ബാക്കിയൊക്കെ വഴിയെ കാലം തെളിയിക്കും. പറയേണ്ടവരെ കൊണ്ട് കാലം കൃത്യമായിട്ട് കണക്ക് പറയിച്ചു. മോള് തൽക്കാലം സുതിമോന്റെ ഹൃദയത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. മരുന്ന് മുടങ്ങി ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിലച്ചു പോകണ്ട. മായാണ്ടി കുപ്പത്ത് നിന്ന് വല്ല വിവരമുണ്ടോ പൊന്നുമണിയുടെ കൊച്ചിന്റെ കാര്യത്തില്? അതൊരു ഏജന്റ് കിട്ടേ സാർ കോളന്തേ കൊടുത്തത്, പിന്നെ വിളിച്ചിട്ടില്ല. വിളിക്കണ്ട. കേസ് വന്ന് ഒന്ന് സ്ലോ ആയി അല്ലേ ശരത് സാർ? എടാ ശരവണ, ഈ ശരത്തിനെതിരെ കേസും കോപ്പും ഒന്നും വരുത്തില്ല. അതിനു വേണ്ടിയതൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്. പോലീസിന്റെ വായിലോട്ട് നല്ല പെടക്കെന്ന് ഒരു കുത്ത് നോട്ട് അങ്ങ് തിരികെ. പിന്നെ പൊന്നുമണിക്കൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ചന്ദ്രലേഖ വക്കീലും കേസിൽ നിന്നും വലിയും. അതിനുള്ള പണി ഞാൻ ഇറക്കുന്നുണ്ട്. സാറൊരു പുത്തി രാക്ഷസൻ തന്നെ. നിന്റെയൊക്കെ ഇടയിൽ പിടിച്ചു നിൽക്കേണ്ട കബനി. സാറ് വരാൻ പറഞ്ഞത് പറയാ. പൊന്മുടി റൂട്ടിൽ ഒരു രാത്രി മുഴുവൻ ശരവൺ അലഞ്ഞിട്ടും വക്കീൽ സിദ്ധാർത്ഥന്റെ ഹൈഡ് ഔട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വക്കീൽ എവിടെയോ സുഖമായിട്ടുണ്ട്. ദേവികയുമായി കോണ്ടാക്റ്റും ഉണ്ട്. ആ സ്ഥലം കണ്ടെത്തണം. കബനി വിചാരിച്ച അത് നടക്കും. പറയുന്ന പോലെ ചെയ്യാം സാർ. ദേവികയെ ഫോളോ ചെയ്യാം. ബാക്കി ഞാൻ പറയാം. ഞാൻ എന്നാണ് സാർ? നീ എപ്പോഴും തിര നിറച്ച് തോക്കുപോലെ അലർട്ടായിട്ടിരിക്കണം ശരവണ. ആ വക്കീൽ കഴിവേറിയെ തീർക്കാൻ ഞാൻ വീസിലടിച്ച അപ്പ തീർത്തേക്കണം. വെച്ചുപിടിപ്പിച്ച ഹൃദയമായിട്ട് ജീവിക്കുന്നവനാ. എന്നാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അത്ര പെട്ടെന്നൊന്നും ചത്തു കയറില്ല.